ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിംഗ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയാക്ട് ട്യൂട്ടോറിയൽ ആണ്. ഇന്ന് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഓതൻറ്റിക്കേഷൻ. സോ വാട്ട് ഈസ് ഓതൻറ്റിക്കേഷൻ? ഓതൻറ്റിക്കേഷൻ പറയുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. നമ്മൾ ബാക്ക് എൻഡിൽ മാത്രമല്ല ഓതൻറ്റിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഫ്രണ്ട് എൻഡ് ഫ്രെയിം വർക്കിലും കൂടെ നമുക്ക് ഓതൻറ്റിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഫ്രണ്ട് എൻഡ് ഫ്രെയിം വർക്കിൽ ഓതന്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആംഗുലറിലായിക്കോട്ടെ, റിയാക്റ്റിലായിക്കോട്ടെ, വ്യൂ ജേസ് ആയിക്കോട്ടെ, ഏത് ഫ്രണ്ട് എൻഡ് ഫ്രെയിം വർക്കിലാണെങ്കിലും ഓതന്റിക്കേഷൻ പ്രോസസ്സ് സെയിം ആയിരിക്കും. പക്ഷെ നമ്മൾ കോഡിങ്ങിലും മാത്രമേ വ്യത്യാസം വരത്തുള്ളൂ. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓതന്റിക്കേഷന്റെ പ്രോസസ്സ് സെയിം ആയിരിക്കും. അപ്പോൾ എന്താണ് ഓതന്റിക്കേഷൻ? ഓതന്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ യൂസറിന്റെ ഐഡന്റിറ്റി വെരിഫൈ ചെയ്യാനുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഓതന്റിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഓതന്റിക്കേഷൻ പറയുമ്പോൾ നമുക്ക് ഏത് വെബ്സൈറ്റിലാണെങ്കിലും നമുക്ക് ഒരുപാട് API എൻഡ് പോയിന്റ്സ് ഉണ്ട്. ആ API എൻഡ് പോയിന്റ്സിൽ ചില APIs പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ആ പ്രൊട്ടക്റ്റഡ് APIനെ നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓതന്റിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ചില APIs ഓപ്പൺ ആയിരിക്കും, അതായത് പബ്ലിക്ലി ഓപ്പൺഡ് എന്ന് പറഞ്ഞാൽ അതിൽ ഓതന്റിക്കേഷൻ്റെ ആവശ്യമില്ല. പക്ഷെ ചില കണ്ടന്റ്സ് ഉണ്ട്, നമുക്ക് API എൻഡ് പോയിന്റ് വിളിക്കുമ്പോൾ നമുക്ക് ചില കണ്ടന്റ്സ് ഉണ്ട്. ആ കണ്ടന്റ്സ് ആക്സസ് ചെയ്യണമെങ്കിൽ അത് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അതിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓതന്റിക്കേഷൻ മസ്റ്റായിട്ട് വേണം. ഓക്കെ. ഇത് ആക്ച്വലി ഒരു ബേസിക് ഒരു ഫ്ലോ ഡയഗ്രാം ആണ്. നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ പെർമിഷൻ, അതായത് നമുക്ക് ആ കണ്ടന്റ് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ എങ്ങനെയാണ് നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പൊ ക്ലയന്റ് സൈഡിൽ, ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്ലയന്റ് സൈഡിൽ നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്. ആ റിക്വസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു യൂസർ ക്രെഡൻഷ്യൽസ് ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്, അതായത് ഒരു യൂസർ ലോഗിന് പാസ്വേഡും. ഇത് നമ്മൾ സെർവറിലേക്ക് സെൻഡ് ചെയ്യും. എന്നിട്ട് സെർവറിൽ നമുക്ക് തിരിച്ചു തരുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആയിട്ടെന്ന് വിചാരിച്ചോ, യെസ് അല്ലെങ്കിൽ നോ. ഇപ്പൊ യെസ് എന്ന് പറഞ്ഞാൽ ഒരു വാലിഡ് ഓതന്റിക്കേറ്റഡ് ആണ്, നോ എന്ന് പറയുന്നത് ഇൻവാലിഡ് ഓതന്റിക്കേറ്റഡ് ആണ്. പക്ഷെ ഇത് ആക്ച്വലി ഒരു കറക്റ്റ് പ്രോസസ് അല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സെർവറിൽ നമുക്ക് തിരിച്ചു തരുന്ന റെസ്പോൺസ് യെസ് അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞ സ്ട്രിങ് മാത്രമല്ല, നമുക്ക് അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും നമുക്ക് അത് കിട്ടണം. ഇപ്പൊ യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയുന്ന സ്ട്രിങ് ആണ്, അത് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അത് തിരിച്ച് നമ്മൾ API എൻഡ് പോയിന്റിൽ നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ തിരിച്ച് യെസ് ആണ് നമ്മൾ കൊടുക്കുന്നെങ്കിൽ അത് ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ. പക്ഷെ അത് മാത്രം പോരാ, നമുക്ക് എസ് എന്ന് പറഞ്ഞ സ്ട്രിങ്ങിന്റെ കൂടെ തന്നെ നമുക്ക് എന്തെങ്കിലും നമുക്കത് കിട്ടണം. ആ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെർവർ സൈഡിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ, നമുക്ക് ഓതന്റിക്കേഷനിൽ രണ്ട് ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് സെർവർ സൈഡ് സെഷൻസും മറ്റൊന്ന് ഓതന്റിക്കേഷൻ ടോക്കൺസും. ഓക്കെ. ഈ സെർവർ സൈഡ് സെഷൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ക്രെഡൻഷ്യൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു റിക്വസ്റ്റ് സെർവറിലോട്ട് പാസ് ചെയ്യുമ്പോൾ സെർവറിനകത്ത് ഒരു യുണീക്ക് ID കാണും. യൂണിക് ID സേവ് ചെയ്തിരിക്കുന്ന ഡേറ്റാ ബേസിലായിരിക്കും. എന്നിട്ട് നമ്മുടെ ഈ ക്രെഡൻഷ്യൽസും നമ്മുടെ ഈ ഒരു യൂണിക് ID, സെർവർ സൈഡിലുള്ള യൂണിക് ID രണ്ടും കമ്പയർ ചെയ്ത് സെയിം ആണോ നോക്കും. സെയിം ആണെങ്കിൽ അത് വാലിഡ് ഓതന്റിക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഇൻവാലിഡ് ഓതന്റിക്കേഷൻ ആയിരിക്കും. ഓക്കെ. അപ്പൊ അത് തിരിച്ച് നമുക്ക് ഒരു വാലിഡ് ആണെന്ന് പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഓരോ റെസ്പോൺസ് അല്ലെങ്കിൽ ഓരോ റിക്വസ്റ്റ് നമ്മൾ അയക്കുമ്പോഴും നമുക്ക് ഈ സാധനം കൂടെ നമ്മൾ സെൻഡ് ചെയ്യും. അതായത് ഈ ഒരു ക്രെഡൻഷ്യൽസ് നമ്മളും കൂടെ പാസ് ചെയ്യും. അവ പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ യൂണിക് ID വെച്ചിട്ട് ഓരോ റിക്വസ്റ്റും വരുമ്പോഴും അതിന്റെ യൂണിക് ID ചെക്ക് ചെയ്ത് വാലിഡ് ആണെങ്കിൽ മാത്രമേ അതിന് തിരിച്ച് നമുക്ക് വാലിഡ് റെസ്പോൺസ് നമുക്ക് കിട്ടത്തുള്ളൂ. അതാണ് സെർവർ സൈഡ് സെഷൻസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഓതന്റിക്കേഷൻ ടോക്കൺസ്. ഓതന്റിക്കേഷൻ ടോക്കൺസ് ആണ് ഏറ്റവും കൂടുതലും യൂസ് ചെയ്ത ഒരു ടൈപ്പ്. ഓതന്റിക്കേഷൻ ടോക്കൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ, നമുക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നു, നമ്മൾ യൂസർ ക്രെഡൻഷ്യൽസ് വെച്ച് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നു. സെർവർ സൈഡിൽ എന്ത് ചെയ്യുന്നു, സെർവർ സൈഡിൽ അത് വെച്ചിട്ട് ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് റെസ്പോൺസ് കിട്ടും. ആ ടോക്കണിലാണ് എല്ലാം. ആ ടോക്കണിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ക്ലയന്റ് സൈഡിൽ
നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കും. വെദർ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ലോക്കൽ സ്റ്റോറേജിലാവാം, സെഷൻ സ്റ്റോറേജിലാവാം, അല്ലെങ്കിൽ നമ്മൾ ഗ്ലോബൽ വേരിയബിൾ എവിടെയെങ്കിലും സെറ്റ് ചെയ്യും. എന്നിട്ട് ഈ ടോക്കൺ വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ റിക്വസ്റ്റിനും നമ്മൾ അവിടെ പാസ് ചെയ്യുന്നത്. ഈ ടോക്കൺ വെച്ചിട്ട് എന്ത് ചെയ്യും, അവിടെ നമ്മളൊരു സെർവർ സൈഡിൽ അവിടെ ചെക്ക് ചെയ്യും ഈ ടോക്കൺ വാലിഡ് ആണോ അല്ലെന്ന്. ഈ ടോക്കണിനകത്ത് എല്ലാത്തിലും കാണും, നമ്മുടെ യൂസർ ഡീറ്റെയിൽസും കാണും, അതുപോലെ തന്നെ എക്സ്പയറി ടൈമും കാണും. ഓക്കെ, എക്സ്പയർഡ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ടോക്കൺ ഇൻവാലിഡ് ആവും, പെട്ടെന്ന് നമ്മൾ ലോഗ് ഔട്ടിലേക്ക് പോകും. സോ അതാണ് ഓതന്റിക്കേഷൻ ടോക്കൺസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതലും യൂസ് ചെയ്യുന്നത്. നമ്മൾ കോഡ് ചെയ്യുമ്പോൾ നമ്മൾ പോകെ പോകെ മനസ്സിലാക്കി എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നേരെ കോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കോഡ്. ഓക്കെ, ഈ കോഡ് ആക്ച്വലി ഞാനിത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. ഇപ്പൊ ഇതൊരു ബാക്ക് എൻഡ് ഉണ്ട്, ഒരു ഡമ്മി ബാക്ക് എൻഡ് ആണ്. ഇതിനകത്ത് നമുക്കൊരു റൂട്ട്സ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് auth.js എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. ഇതിനകത്തായിരിക്കും നമ്മുടെ എല്ലാം API എൻഡ് പോയിന്റ്സ് എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് നമ്മുടെ ലോഗിൻ എന്ന് പറഞ്ഞൊരു API വിളിക്കുന്നുണ്ട്. ഓക്കെ, സോ ലോഗിൻ പേജിനകത്ത് നമ്മളൊരു യൂസർ നെയിമും പാസ്വേഡും അടിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ലോഗിൻ API ആയിരിക്കും വിളിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ ഒരു ക്രിയേറ്റ് ജേസൺ ടോക്കൺ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ഈ ടോക്കൺ വെച്ചിട്ടായിരിക്കും നമ്മൾക്ക് തിരിച്ച് റെസ്പോൺസ് ആയിട്ട് തരുന്നത്. അതായത് ലോഗിന്റെ APIയിൽ വിളിക്കുമ്പോൾ നമുക്ക് തിരിച്ച് തരുന്നത് ഒരു ടോക്കൺ ആയിട്ടായിരിക്കും റെസ്പോൺസ് തരുന്നത്. ആ ടോക്കൺ ആയിരിക്കും നമ്മൾ ക്ലയന്റ് സൈഡിൽ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇപ്പൊ ഇവിടെ ക്രിയേറ്റ് ജേസൺ ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ, ഈ ഫംഗ്ഷൻ എടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ സൈൻ എന്ന് പറഞ്ഞൊരു ഈ ഒരു സ്പെഷ്യൽ മെത്തേഡ് ഉണ്ട്, സൈനും വെരിഫൈ എന്ന് പറയുന്നത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ജേസൺ വെബ് ടോക്കൺ ആണ്, അല്ലെങ്കിൽ ഷോർട്ട് ഫോമിൽ നമ്മൾ JWT എന്ന് പറയും. ഓക്കെ, ഈ ജേസൺ വെബ് ടോക്കൺ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ലൈബ്രറിയാണ്. അതിനകത്ത് നമുക്ക് സൈൻ ഉണ്ട്, വെരിഫൈ ഉണ്ട്. അപ്പൊ ഈ സൈൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇതിനകത്ത് ഈ ഒരു മെത്തേഡ് വെച്ചിട്ടായിരിക്കും ഇമെയിലും കീയും പിന്നെ എക്സ്പയറും ടൈമും എല്ലാം ഇതിനകത്തുള്ളത്. അപ്പൊ ഈ സ്പെഷ്യൽ മെത്തേഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇതിനെ വെച്ച് ടോക്കൺ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി നോട്ട് ജേസിലാണ് എഴുതിയിരിക്കുന്നത്. ഇതിന്റെ ട്യൂട്ടോറിയലിൽ ഞാൻ പോകുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരികയാണ് ഓതന്റിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇവിടെ ബാക്ക് എൻഡിൽ ഒരു ഡമ്മി ബാക്ക് എൻഡ് ആണ്. ഇതിനകത്ത് നമ്മൾ ലോഗിൻ പേജ്, ലോഗിൻ API വിളിക്കുന്നു, അതിനകത്ത് നമ്മളൊരു ടോക്കൺ ക്രിയേറ്റ് ചെയ്യുന്നു, ആ ടോക്കൺ നമുക്ക് തിരിച്ച് റെസ്പോൺസ് ആയിട്ട് തിരിച്ചു തരും. ഓക്കെ, സോ ഇതാണ് ഓതന്റിക്കേഷന്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ഓതന്റിക്കേഷൻ. ഇനി നമുക്ക് കോഡിംഗ് വഴി എങ്ങനെ നമുക്ക് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനകത്ത് ഇടുക. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.